നമസ്കാരം. ജയശങ്കർ, വള്ളൂരാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി ആശിഷ് എന്നാണ് കുട്ടിയുടെ പേര്. അനീഴം നക്ഷത്രം. ജാതകത്തിൽ 1.5 ദോഷം കാട്ടിയിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന വരികൾ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ 1.5 ദോഷം, 1 ദോഷം, അരദോഷം, ശുദ്ധജാതകം, ഇതൊക്കെ പറയുന്നത് ഓരോ ജ്യോത്സ്യനെയും ഡിപ്പെൻഡ് ചെയ്യും. ചില ജ്യോത്സ്യന്മാർ പറയും അരദോഷമായിരിക്കും, അവർ നോക്കുമ്പോൾ അരദോഷം കാണുന്നുണ്ടാവുള്ളൂ. ചില ജ്യോത്സ്യം നോക്കുമ്പോൾ 2 ദോഷം ഉണ്ടാവും. ചില ജ്യോത്സ്യരെ നോക്കുമ്പോൾ ശുദ്ധജാതകമായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് കൃത്യമായിട്ടൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ദോഷം ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് നോക്കാതിരിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആശിഷിനെ കുറിച്ച് വീണ്ടും പറയാം. ആശിഷ് അനീഴം നക്ഷത്രം, ഡിപ്ലോമ ട്രിപ്പിൾ ഡിപ്ലോമ പാസ്സായിരിക്കുന്ന കുട്ടിയാണ്. 176 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 90 kg വെയിറ്റ്. നല്ല ഒരു ഹെൽത്ത് കെയർ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. വണ്ടാഴി ആണ് അവരുടെ നാട്. പാലക്കാട് വണ്ടാഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ നാട്. പക്ഷേ ചെന്നൈയിലാണ് ഇപ്പോൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഈ കുട്ടി വർക്ക് ചെയ്യുന്നത് ചെന്നൈയിലാണ്. അച്ഛൻ പത്മനാഭൻ, അമ്മ നിർമ്മല, 2 പേരും മരണപ്പെട്ടു പോയിരിക്കുന്നു. ഒരു സിസ്റ്ററാണ് ഉള്ളത്. സിസ്റ്റർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അവരൊക്കെ ചെന്നൈയിൽ തന്നെയാണ്. അപ്പോൾ ആശിഷിനെ കുറിച്ച് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. അനീഴം നക്ഷത്രം, 1.5 ദോഷം കാട്ടിയിട്ടുണ്ട്. 31 വയസ്സ്, 176 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 90 kg വെയിറ്റ്. ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ, നല്ലൊരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു ചെന്നൈയിൽ. ഡിപ്ലോമ ഇൻ ട്രിപ്പിൾ ഡിപ്ലോമയാണ് പാസ്സായിരിക്കുന്നത്. വണ്ടാഴി എന്ന് പറഞ്ഞ സ്ഥലമാണ് നാട്. പക്ഷെ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്. പത്മനാഭൻ അച്ഛൻ, നിർമ്മല അമ്മ, 2 പേരും മരണപ്പെട്ടു പോയിരിക്കുന്നു. സിസ്റ്റർ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അപ്പോൾ താല്പര്യമുള്ള രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളൂരാട് മാട്രിമോണിയലിനെ കോൺടാക്ട് ചെയ്യാം. ഞാൻ അവരുടെ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന അതേ വരികൾ വീണ്ടും ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഏതെങ്കിലും വീട്ടിൽ കുട്ടികൾക്ക് വിവാഹം നോക്കണം എന്ന തീരുമാനമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടികളുമായിട്ട് അച്ഛനമ്മമാർ നന്നായിട്ടൊന്ന് സംസാരിക്കണം. നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്ക് വേണ്ടത്. അതായത് അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഇത്ര ഹൈറ്റ് വേണം, ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇന്ന ജോബ് ലൊക്കേഷൻ വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ പറയും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ നിങ്ങളുടെ തറവാട്ടിലെ ധർമ്മദൈവങ്ങൾ എന്നൊക്കെ പറയും. ഇത് വിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. അത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം, നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് ഒരു മാട്രിമോണിയൽ സൈറ്റുകളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ആരെങ്കിലും ഒരു 1-2 ആളോടെങ്കിലും ചോദിച്ചിട്ട് ചെയ്യുക. അല്ലാതെ കുറേ പൈസ അവിടെ കൊണ്ടേ കൊടുത്ത് നിങ്ങൾക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും പറ്റാത്ത കുറേ കേസുകൾ കിട്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. അടുത്തത് ജാതകത്തിൻ്റെ കാര്യം. കഴിയാവുന്നത്ര രക്ഷിതാക്കൾ ജാതകത്തിൻ്റെ കാര്യങ്ങൾ പഠിച്ചു വെക്കാതിരിക്കുക. ഏത് കേസ് വന്നു കഴിഞ്ഞാലും ഏത് പ്രൊഫൈൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അവരുടെ അടുത്ത് ഹോറോസ്കോപ്പ് വാങ്ങിച്ചിട്ട് ജ്യോത്സ്യനെ കൊണ്ട് നോക്കിപ്പിക്കുക. ജ്യോത്സ്യൻ പറയട്ടെ കാര്യങ്ങൾ, അല്ലാതെ നമ്മളായിട്ടൊരു മുൻവിധി നടത്തണ്ട. ഇത് ചേരില്ല, ഇത് ഇന്ന നാളാണ്, അതാണ്, ഇതാണെന്നൊന്നും നമ്മൾ പറയാൻ പോകണ്ട. 2 കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, ഫോട്ടോ ഒക്കെ ഓക്കെയാണ്, പ്രൊഫൈൽ ഓക്കെയാണ്, എഡ്യൂക്കേഷൻ ഓക്കെയാണ്, എവറിത്തിങ് ഈസ് ഓക്കെ. തീർച്ചയായിട്ടും കുട്ടികൾ തമ്മിൽ വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്ത് ഒരു 15 ദിവസമെങ്കിലും അവർ ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് ഒരു കംഫർട്ട് സോൺ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ
അടുത്ത പെണ്ണ് കാണൽ ചടങ്ങിലേക്കൊക്കെ പോകാവൂ. പെണ്ണ് കാണൽ ചടങ്ങ് കഴിയാവുന്നത്ര പുറത്ത് വെച്ച് കാണാൻ ശ്രമിക്കണം. ഒരു കാരണവശാലും വീട്ടിൽ പോയി കാണണം, പക്ഷേ അതാദ്യം പുറത്ത് വെച്ച് കണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ ഒരു ഓക്കെ ആണ് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേയാണ് പെണ്ണ് കാണൽ ചടങ്ങിന് വിളിക്കാവൂ. ചിലപ്പോൾ ആൺകുട്ടിക്ക് പെണ്ണിനെ പുറത്ത് വെച്ച് കാണുന്ന സമയത്തായിരിക്കും അവർക്ക് പറയാണ്ടാവുക, എനിക്ക് ആൾറെഡി ഒരു ലവ് അഫെയർ ഉണ്ട്. ചിലപ്പോൾ പെൺകുട്ടിയായിരിക്കും പറയുക, എനിക്കൊരു ലവ് അഫെയർ ഉണ്ട്, അതുകൊണ്ട് നീ ഇതൊന്ന് ഒഴിവായിക്കും, ഇതെൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചത് കൊണ്ട് മാത്രം വരികയാണ്. എത്രയോ കുട്ടികൾ എനിക്കറിയാം, എത്രയോ കുട്ടികൾ. നമ്മൾ പലപ്പോഴും വിചാരിക്കുക അച്ഛനമ്മമാർ, ഓ എൻ്റെ മക്കളൊക്കെ അങ്ങനെയാണ്, അതൊന്നും ഒരിക്കലും നടക്കില്ല, അങ്ങനെ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം. ഞാൻ അതിനെ ഒരു തെറ്റായിട്ട് കാണുന്നില്ല. അവർക്കൊരു ലവ് അഫെയർ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ മനസ്സിലാക്കുക, നല്ല ഒരു കാര്യമായിട്ട് അതിനെ ഭംഗിയായിട്ട് നടത്തി കൊടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കേസാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞങ്ങൾക്ക് ഇന്നതൊന്നും ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലാണ്ട് അവിടെ വഴക്കിൻ്റെ ഒരു ആവശ്യമില്ല, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇത് ശരിയാവില്ല. അപ്പോൾ ആ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾക്കത് ബുദ്ധിമുട്ടെന്നുള്ളത്. എന്നിട്ട് ആ കുട്ടി സമ്മതിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വിവാഹം നടത്തി കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർഡ് ലൈഫ്, ആ കുട്ടിയുടെ ദാമ്പത്യ ജീവിതം ഒക്കെ പ്രശ്നമായി മാറും. ലവ് അഫെയർ ഒക്കെ ആയി വിവാഹം കഴിഞ്ഞത് കൊണ്ട് ഇപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതം 100% ഓക്കെ ആയിക്കൊള്ളൊന്നുമില്ല. എല്ലാ വീടുകളിലും സംഭവിക്കുന്നതൊക്കെ അവർക്ക് സംഭവിക്കാം. അറേഞ്ച് മാരേജിനും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. കഴിയാവുന്നത്ര നന്നായിട്ട് സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒരിക്കലും ഉണ്ടാവരുത്. നല്ല രീതിയിൽ സംസാരിക്കുക. ഒന്ന് ഉള്ളിൽ വെച്ച് വേറൊന്ന് പുറത്ത് പറയരുത്. അസുഖങ്ങളുണ്ടെങ്കിൽ അസുഖങ്ങളുണ്ടെന്ന് പറയണം ആദ്യം തന്നെ. മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ മെഡിസിൻ കഴിക്കുന്നുണ്ടെന്ന് തന്നെ പറയണം. അമിതമായ ലോണുകൾ ഉണ്ടെങ്കിൽ ലോൺ ഉണ്ടെന്ന് കൃത്യമായിട്ട് പറയണം. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് സംസാരിക്കണം. അല്ലാതെ വേറൊരു കുടുംബത്തിനെയും കൂടെ വലിച്ചഴിച്ച് ഇതിലേക്ക് വന്ന് അവർ തമ്മിൽ പ്രശ്നമായി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആക്കരുത്. ബേസിക്കലി എല്ലാ കുടുംബങ്ങളും, എല്ലാ അച്ഛനമ്മമാരും, എല്ലാ കുട്ടികളും നല്ല ആളുകളാണ്. ഓരോ സാഹചര്യങ്ങൾ ഇവരെ ഇങ്ങനെ ആക്കി തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ അതിനെ വഷളാക്കാൻ നിൽക്കരുത്. കഴിയാവുന്നത്ര ഒരു ടെൻഷൻ ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും ശ്രമിക്കണം. അപ്പോൾ ജാതകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ജാതകത്തിൽ ജാതകം നിങ്ങൾ ജ്യോതിഷനെ കൊണ്ട് തന്നെ നോക്കണം. നിങ്ങളായിട്ടൊരു മുൻവിധി നടത്തരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. വളരെ ടെൻഷൻ ഇല്ലാതെ നല്ല രീതിയിൽ മംഗളമായിട്ട് തന്നെ വിവാഹങ്ങളൊക്കെ നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം.